ഇടുക്കിയിൽ വീണ്ടും ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കുന്നു. ചിന്നക്കനാലിലെ സൂര്യനെല്ലിയിലെ 3 ഏക്കർ റിസോർട്ട് ഭൂമിയുമാണ് ഇപ്പോൾ ഒഴിപ്പിക്കുന്നത്. സബ് കളക്ടർ അരുൺ എസ് നായരുടെ നേതൃത്വത്തിലായിരുന്നു ഒഴിപ്പിക്കൽ നടപടികൾ. വിവരങ്ങളും വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ബിനീഷ്, എന്തൊക്കെയാണ് ഒഴിപ്പിക്കലിന്റെ വിശദാംശങ്ങൾ? സംഘർഷം ഉണ്ടായിരുന്നു അവിടെ? മറ്റു വിവരങ്ങളിലേക്ക് കൂടി പോയാൽ. ജിൻഷാദ്, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ സൂര്യനെല്ലിയില് ഷൺമുഖവിലാസ് എന്ന് പറയുന്ന സ്ഥലത്ത് 34/1 ഒരു 3 ഏക്കർ ഭൂമിയും അതിനോടൊപ്പം തന്നെ റിസോർട്ടുമുണ്ട്. ഇതാണിപ്പോൾ സർക്കാർ ബോർഡ് സ്ഥാപിച്ച് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സ്ഥലത്ത് ഉടമകളോ അതിന്റെ ആരും ഒരു സംഘർഷാവസ്ഥയിലേക്ക് വന്നിട്ടില്ല. ഏതായാലും ജിജീസ് കറിയ എന്നാളുടെ ഉടമസ്ഥയിലുള്ള ഒരു റിസോർട്ടാണ്. ഏകദേശം 16 റൂമിന് മുകളിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഏതായാലും റോഡിൽ നിന്ന് ഏകദേശം ഒരു മലമുകളിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. 34/1 3 ഏക്കർ ഭൂമിയാണ് ഇപ്പോൾ ഇവിടെ ഒഴിപ്പിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ, കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ചിന്നക്കനാൽ മേഖലയിൽ തന്നെ ഈ ഒഴിപ്പിക്കലിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചെറുകിട കയ്യേറ്റക്കാരെ മാത്രമാണ് ഒഴിപ്പിക്കുന്നത്, വൻകിട റിസോർട്ടുകളൊന്നും ഒഴിപ്പിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള വ്യാപക പ്രതിഷേധം തന്നെ കർഷകർ ഉന്നയിച്ചിരുന്നു. ഏതായാലും അതിനെല്ലാം തന്നെ ഒരു വിരാമം കിട്ടുക തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇടുക്കി കളക്ടർ മൗണ്ട് ഫോർട്ട് കാറ്ററിംഗ് കോളേജിന്റെ കയ്യേറ്റവും ഒഴിപ്പിച്ചതും അതോടൊപ്പം തന്നെ ഇന്ന് ഈ 3 ഏക്കർ ഭൂമിയിലെ റിസോർട്ടും ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഏതായാലും അടുത്ത ദിവസങ്ങൾ തന്നെ വീണ്ടും ഒഴിപ്പിക്കൽ നടപടി തുടരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കും. കാരണം നിരവധി ഈ കയ്യേറ്റ ഭൂമിയെ ബന്ധപ്പെട്ട് നിരവധി ലിസ്റ്റുകൾ ഈ സബ് കളക്ടർ ഭാഗത്ത് ഈ റവന്യൂ വകുപ്പിന്റെ കയ്യിലുണ്ട്. ഏതായാലും കൃത്യമായൊരു വിവരം അത് ആരോടും പറയാതെ തന്നെ കൃത്യമായി പുലർച്ചെ ആ സ്ഥലത്തെത്തുന്നു. ഒഴിപ്പിക്കൽ നടപടി പൂർത്തിയാക്കിയ ശേഷം ഇവരോട് മടങ്ങുന്നത്. ആർക്കും ഒരു മുന്നറിയിപ്പ് പോലും നൽകാതെയാണ് ഈ ഒഴിപ്പിക്കൽ നടപടി തുടരുന്നത്. കാരണം അത്തരത്തിൽ ആരും ഈ ഒഴിപ്പിക്കൽ നടപടി രഹസ്യമായി തന്നെ തുടർന്ന് കഴിഞ്ഞാൽ യാതൊരു സംഘർഷം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടാകത്തില്ല എന്നുള്ളൊരു നിഗമനം തന്നെയാണ് റവന്യൂ വകുപ്പിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് രഹസ്യമായി തന്നെ പല സ്ഥലങ്ങളിലും എത്തി ഈ ഒഴിപ്പിക്കൽ നടപടി തുടരുന്നത്. ഏതായാലും ഇന്ന് ഇപ്പോൾ ഈ 3 ഏക്കർ ഭൂമി റിസോർട്ട് അടങ്ങുന്ന ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. ഇതിന് ശേഷമുള്ള ഒഴിപ്പിക്കൽ നടപടികൾ നമുക്ക് പിന്നീടായിരിക്കും അറിയാൻ സാധിക്കുക. കാരണം രഹസ്യമായി തന്നെയാണ് ഈ ഒഴിപ്പിക്കൽ നടപടി തുടരുന്നത്. തീർച്ചയായും ഈ വളരെ വിവാദം സൃഷ്ടിച്ച നിരവധി ഭൂമി ഒഴിപ്പിക്കലും സംഘർഷങ്ങളും ഒക്കെ കണ്ട നാട് കൂടിയാണ് ഇടുക്കി. ഈ 3 ഏക്കർ കയ്യേറ്റ ഭൂമി ഇത് കണ്ടെത്തിയത്, ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് പോയതിന്റെ പശ്ചാത്തലം കൂടി വിവരിച്ചാൽ ബിനീഷ് ആന്റണി. കൃത്യമായി ഈ ഒരു വിവരം എനിക്ക് രാവിലെയാണ് ലഭ്യമായത്. കൃത്യമായി ഇവിടെ എത്തി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കേരള വിഷൻ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളും സഹിതം എനിക്കറിയാവുന്ന ഒരു വിവരങ്ങളെല്ലാം നൽകാൻ സാധിച്ചു. ഇനിയാണ് എനിക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ആരായുന്നുണ്ട്. കളക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും കൂടുതലായ കാര്യങ്ങൾ അല്പസമയത്തിനകം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജിൻഷാദ്, തീർച്ചയായും ബിനീഷ് ആന്റണിയാണ് വിവരങ്ങളും ദൃശ്യങ്ങളും നൽകിയത്. ഇടുക്കിയിൽ വീണ്ടും ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കുന്നു. ചിന്നക്കനാൽ സൂര്യനെല്ലിയിലാണ് ഒഴിപ്പിക്കൽ നടപടികൾ. 3 ഏക്കർ ഭൂമിയും റിസോർട്ടുമാണ് റവന്യൂ വകുപ്പ് ഇപ്പോൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സബ് കളക്ടർ അരുൺ എസ് നായരുടെ നേതൃത്വത്തിലാണ് ഒഴിപ്പിക്കൽ നടപടികൾ പുരോഗമിക്കുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ഞങ്ങളുടെ പ്രതിനിധി ബിനീഷ് ആന്റണി നൽകിയത്.